കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ അങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ ജയശ്രീയും തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ആ കുടുംബം പിരിച്ചു വിട്ടത് എന്ന് വിചാരിച്ച് ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കി. ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. കുടുംബത്തിൻ്റെ ഒരു ഫങ്ഷനുണ്ട്, അത് തീർന്നു എന്നുള്ളതാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ആൾക്കാരത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞ് ആൾക്കാരെ എല്ലാവരോടും പ്രചരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ജയശ്രീയുടെ കൂടെ താമസിക്കുന്നത്, ജയശ്രീയുടെ ഒന്നിച്ചാണ് ജീവിക്കുന്നത്, നടക്കുന്നത്, ഞാൻ എല്ലായിടും പോകുന്നത്. പക്ഷെ ആൾക്കാർ അത് എടുക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ ഈ പിരിച്ചു വിട്ടവരും രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ഈ ഒന്നിച്ച് നടക്കുന്നതെന്നൊക്കെ പറയണ്ടേ, അത് അവർ ചോദിക്കുന്നില്ല. ആ പിരിച്ചുവിടലിൽ ശരിക്കും ഇല്ലാതാവുന്ന എന്താ? ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇല്ലാതാവലെയാണോ പിരിച്ചുവിടൽ എന്ന് ഉദ്ദേശിക്കുന്നത്? രണ്ടുപേര് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അത് തീർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് കുട്ടികളെ വളർത്തി തീരത്തില്ല. നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഗോത്രത്തിനകത്ത് വളർത്തി തീരും, കൃഷി കുടുംബത്തിനകത്ത് വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയാണ് അമ്മയും അച്ഛനെയും നോക്കുന്നവരാക്കി കുട്ടികളെ മാറ്റാൻ നോക്കുന്നത്. മറ്റങ്ങനെയല്ല, ഒരു കോഴി പോലും ചെയ്യും, കൊത്തി മാറ്റും. ആ കൊത്തി മാറ്റുന്ന കാര്യം നമ്മൾ ചെയ്യത്തില്ല. വളർന്ന കുഞ്ഞുങ്ങളെ എല്ലാ ജീവികളും അവരുടെ അടുത്തു നിന്നും മാറ്റും.